ഔദ്യോഗിക പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പായി ലൈബ്രറി കൗൺസിലിന്റെ പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് ആദരണീയനായ ലൈബ്രറി പ്രസിഡന്റിനെ ആദരവോടെ ക്ഷണിച്ചു. അക്ഷര പബ്ലിക് ലൈബ്രറിയുടെ 11ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ മാത്രമായി സാധാരണ ചെയ്യാറുള്ളത് ലൈബ്രറിയുടെ പതാക ഉയർത്തുക എന്നുള്ളതാണ്. എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഈ കർമ്മം ഞാനിവിടെ നിർവഹിക്കുകയാണ്. അല്ല അടുത്ത് നിൽക്കേ, നീ അടുത്ത് പതിനൊന്നാമത് വാർഷികം ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ലൈബ്രറിയുടെ പ്രസിഡന്റ് PS പ്രസാദ് സാറിനെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ടു. ബഹുമാന്യരെ, അക്ഷര പബ്ലിക് ലൈബ്രറിയുടെ 11ാമത്തെ വാർഷികം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനും മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായ ശ്രീ N രാജു സാറാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശ്രീ അലക്സാണ്ടർ പ്രാക്കുഴി. അദ്ദേഹം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഇപ്പോഴത്തെ ബ്ലോക്ക് മെമ്പറുമാണ്. ഇവരെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ശ്രീമതി മിസ് മൊച്ചിന ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിന് വേണ്ടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുണ്യവിധികളാവണം, പുണ്യവീതികളാവണം. അക്ഷര പബ്ലിക് ലൈബ്രറിയുടെ ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ അജേഷ് കുമാർ പി ബേബിയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യ അധ്യക്ഷൻ ആദരണീയനായ ലൈബ്രറി പ്രസിഡന്റ് പ്രസാദ് സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N രാജു, മുഖ്യപ്രഭാഷണം നടത്തുന്ന മുൻ ബ്ലോക്ക് പ്രസിഡന്റും നമ്മുടെ വാർഡിന്റെ മെമ്പറും കൂടിയായ അലക്സാണ്ടർ പാക്കുഴി, അക്ഷര കുടുംബാംഗങ്ങളെ, നമ്മുടെ ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചിട്ട് 11 വർഷങ്ങൾ പൂർത്തിയാകുകയാണ്. ഈ 11 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഈ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പ് വഴി നടക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കഴിഞ്ഞ കാലഘട്ടമുണ്ട്. വൈക്കം സത്യാഗ്രഹം അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത്, അതിന് വൈക്കം സത്യാഗ്രഹം 1924 വൈക്കത്ത് ക്ഷേത്രത്തിന്റെ മറ്റു മൃഗങ്ങൾക്ക് ഒക്കെ കടന്നു പോകാൻ കഴിയുമായിരുന്നു. അവർണജാതിയിലുള്ള വിഭാഗങ്ങൾക്ക് വഴി നടക്കുവാൻ സ്വാതന്ത്ര്യമില്ലായിരുന്ന ആ കാലഘട്ടത്തിന് വേണ്ടി അത്തരത്തിൽ മനുഷ്യരെ മാറ്റി നിർത്തപ്പെടുന്ന അത്തരത്തിലുള്ള വിവേചനത്തിൽ നിന്ന് നമ്മൾ എത്ര കണ്ട് ഈ 100 വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ എത്ര കണ്ട് പുരോഗമിച്ചു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. 100 വർഷം മുമ്പ് നമുക്ക് ഇങ്ങനെ വന്നൊന്ന് കൂടിയിരിക്കാൻ പോലും കഴിയുമായിരുന്ന ഒരു സ്ഥിതി അല്ലായിരുന്നു എന്ന് നമുക്ക് ഓർക്കുവാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഇന്നിവിടെ ഇതേപോലെയുള്ള കൂട്ടങ്ങൾ ഈ കേരളത്തിന്റെ മുക്കിലും മൂലയിലുമൊക്കെ നമുക്ക് കൂടിയിരിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മളെ മാറ്റപ്പെട്ടത്. ആ കാലത്ത് നമ്മളെ മുന്നേറ്റം നയിച്ചത് ഇവിടുത്തെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും ലൈബ്രറി പ്രസ്ഥാനങ്ങളും ഒക്കെയാണ്. നമ്മൾ ഇന്ന് പരിശോധിക്കപ്പെടുമ്പോൾ
ആ നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരൊക്കെ ഇന്ന് മറ്റ് പല മേഖലകളിലേക്കും മാറ്റപ്പെട്ട് അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു വിഭാഗത്തിന്റെ ആളുകളായി മാത്രം ചുരുങ്ങപ്പെടുമ്പോഴും കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനങ്ങൾ നമ്മളെല്ലാം ചേർത്ത് പിടിക്കുന്ന ഈ കേരളത്തിന്റെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നടക്കുന്നത് എന്താണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. മണിപ്പൂര് നമുക്ക് മുന്നിലുണ്ട്. നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ള ആളുകളെ കൊന്നൊടുക്കുന്ന സ്ഥിതിയുണ്ട്. നമുക്ക് ഇന്നും കേരളത്തിന്റെ ഒരു സമാധാനത്തിന്റെ പച്ചത്തുരുത്തായി കേരളം രൂപപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ കേരളത്തിലെ ഈ 10,000 ലൈബ്രറികൾ ഈ മുക്കിലും മൂലയിലും ഇത്തരത്തിൽ നമ്മളെ എല്ലാം ചേർത്ത് പിടിക്കാൻ എന്നുള്ളത് കൊണ്ട് ഒരു ദൃഷ്ടാന്തം കൊണ്ടാണ് നമുക്കൊക്കെ ഇന്നിവിടെ ഇതേപോലെ അല്ലെങ്കിൽ സമാധാനപൂർണമായ ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ കേരളത്തിലെ ലൈബ്രറികൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ്, അത്തരം തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ കാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ചരിത്രം നമുക്ക് മാറ്റപ്പെടുന്ന അല്ലെങ്കിൽ ചരിത്രത്തെ വിസ്മൃതിയിലേക്ക് മാറ്റപ്പെടുന്ന തരത്തിലേക്ക് നമ്മളെ മാറ്റാനുള്ള ശ്രമങ്ങൾ വർത്തമാനകാലത്ത് നമുക്ക് മുന്നിലുണ്ട്. ചരിത്രം എപ്പോഴും ഓർമ്മിക്കപ്പെടാനുള്ളതാണ്. ആ ചരിത്രത്തെ മുൻകാല ചരിത്രം എന്തായിരുന്നു എന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ വർത്തമാനകാലത്തെ അഡ്രസ് ചെയ്യാൻ കഴിയും എന്നുള്ള തിരിച്ചറിവുകൾ നമുക്കുണ്ടാവണം. നമ്മുടെ കേരളത്തിലെ മുഴുവൻ ലൈബ്രറികളും നല്ല ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ഒരു വികസനത്തിന്റെ പാതയിലേക്ക് മുന്നേറണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 11 വർഷമായിട്ട് നമുക്കിവിടെ വന്ന് ചേർന്നിരിക്കുവാൻ നമുക്ക് എല്ലാ വർഷവും നമ്മൾ ഈ 11 വർഷവും നമുക്കിവിടെ പരിപാടികൾ എനിക്ക് തോന്നുന്നത് ഈ അടുത്തുള്ള ലൈബ്രറികളിൽ ഏറ്റവും എല്ലാ വർഷവും വാർഷികം നടത്തുന്നത് നമ്മൾ മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഈ അടുത്ത് 2-3 ലൈബ്രറികൾ നമുക്കും ഉണ്ടെങ്കിൽ പക്ഷെ അവരാരും ഇത്തരത്തിലൊരു മുന്നേറ്റം നടത്തേണ്ടത് ഈ വർത്തമാനകാല സാഹചര്യം മനസ്സിലാക്കണം, അത്തരത്തിൽ മുന്നേറണം എന്നുള്ള ഒരു ഇത് വെച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ലൈബ്രറിയുടെ ആദരണീയ പ്രസിഡന്റിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് എൻ രാജു സാറാണ്. സാറും തൃക്കടുത്താനത്തെ ഒരു ലൈബ്രറിയുടെ പ്രവർത്തകനാണ്. അപ്പം കൂടുതൽ ലൈബ്രറിയെ കുറിച്ച് നിങ്ങൾക്ക് വർത്തമാനം പറയാൻ സാറിന് കഴിയും എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ വേദിയിലേക്ക് സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ മുൻ ബ്ലോക്ക് പ്രസിഡന്റാണ്. നമ്മുടെ 2 വർഷം മുമ്പ് നടന്ന ഒരു വാർഷികം സാറാണ് ഇവിടെ ഉദ്ഘാടനം നടത്തിയത്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഈ നമ്മുടെ ഈ ബ്ലോക്കിന്റെ കീഴിലുള്ള ലൈബ്രറികളെല്ലാം ഞങ്ങളെ ഒരു ചർച്ചയ്ക്ക് ഈ ബ്ലോക്കിൽ നിന്ന് വിളിച്ചിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ഉപകരണങ്ങളൊക്കെ തരുന്നതിന് വേണ്ടിയിട്ട് നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഏകദേശം അതിന്റെ പണിപ്പുരയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് വലിയ താമസമില്ലാതെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈബ്രറിയുടെ അത്യാവശ്യ ഉപകരണങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലോക്ക് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ ഈ അലക്സാണ്ടർ സാറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിക്ക് എത്തിയ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ലൈബ്രറിയുടെ മുഖം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുട്ടികളാണ്, അക്ഷര ബാലവേദിയിലെ അംഗങ്ങളാണ്. അവരാണ് എല്ലാ വർഷവും ഈ ലൈബ്രറിയുടെ പ്രവർത്തനം നടത്തുന്നതിന് ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നത്. അവരെ എല്ലാ വർഷവും അത്തരത്തിലുള്ള ബാലവേദി പ്രവർത്തകരാണ് ഞങ്ങളുടെ കരുത്ത് എന്ന് കൂടെ പ്രത്യേകം അറിയിക്കുന്നു. അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നു ചേർന്ന എല്ലാ അക്ഷര കുടുംബാംഗങ്ങളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് വിരമിക്കുന്നു. യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൻ രാജു സാറിനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
കുറച്ചുകൂടി കഴിഞ്ഞാണ് പരിപാടിയെങ്കിൽ കുറച്ചുകൂടി ആളുകൾ വരുമെന്നാണ് പ്രസിഡന്റ് സെക്രട്ടറി സൂചിപ്പിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി തൃക്കൊടിത്താനത്തുണ്ട് 6:30. അതുകൊണ്ടാണ് 5:30 പറഞ്ഞിട്ട് ഞങ്ങൾ 6 വരെ വന്നു. തീർച്ചയായിട്ടും ഗ്രാമപ്രദേശത്തിന്റെ അന്തരീക്ഷത്തിൽ കൂടുതൽ ആളുകൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ എത്തിച്ചേരും. കലാപരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ലൈബ്രറി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലൈബ്രറി ഗ്രന്ഥശാല എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നാടിന്റെ വെളിച്ചമായി സാംസ്കാരികതയുടെ സംസ്കാര സമ്പന്നതയുടെ പ്രതീകമായി നാടിന്റെ എല്ലാ പ്രദേശത്തും ഉദിച്ചുയർന്ന മഹാപ്രസ്ഥാനമാണ് ഗ്രന്ഥശാല. ഗ്രന്ഥശാലയുടെ പിതാവെന്നറിയപ്പെടുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനം സ്ഥാപിച്ച പണിക്കർ സാറിന്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. ഗ്രന്ഥശാലകൾ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും അറിവിന്റെ നിറകുടമായി വായനയിലൂടെ അറിവ് ജനങ്ങൾക്ക് പകർന്നു നൽകുകയും അതുവഴി നാടിന്റെ സംസ്കാരവും എല്ലാം വളർത്തിക്കൊണ്ടുവരുവാൻ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അതിൻ്റെതായ പങ്കുണ്ട്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ കാര്യം സൂചിപ്പിച്ചു. 100 വർഷം മുമ്പുള്ള ചരിത്രത്തെ സംബന്ധിച്ചൊക്കെ ഓർമ്മപ്പെടുത്തി. ഇന്ന് കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയായ സംസ്ഥാനം. നമ്മുടെ മീറ്റിങ്ങുകൾ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെല്ലാമാണ്, നിങ്ങൾക്ക് വേണ്ട ഫർണിച്ചറുകൾ, റാക്കുകൾ, ചെയറ്, അത്യാവശ്യം വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണെന്ന് അറിയിച്ചുകൊണ്ട് അതിനൊരു പദ്ധതി രൂപീകരിച്ച് ഞങ്ങൾ മുൻപോട്ട് പോയി. അതിനകത്ത് നമ്മുടെ അക്ഷര പബ്ലിക് ലൈബ്രറിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ഏതാണ്ട് 2-3 ആഴ്ചക്കകം സാധനങ്ങൾ നിങ്ങളുടെ ലൈബ്രറിയിൽ എത്തിച്ചേരും. ഇനിയും നിങ്ങൾക്ക് ഇത്തരം ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പ്രവർത്തനമായിട്ട് മുൻപോട്ട് പോകുന്നതിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഒരു ഇവിടുത്തെ ഡിവിഷൻ മെമ്പർ എന്ന രീതിയിൽ എന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഈ വലിയ പരിപാടി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചെറുതാണെങ്കിൽ ഈ പരിപാടിയുടെ ഭംഗിയും ഈ പരിപാടിയുടെ കാതലും എന്ന് പറയുന്ന വലിയൊരു കാര്യം. കാരണം നമുക്ക് ഈ അന്യം നിന്ന് പോകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വാർഷിക 11ാം വാർഷികം എന്ന് പറയുമ്പോൾ ആഴത്തിലുള്ള പരപ്പിലുള്ള ഒരു എന്നാ പറയുന്ന ഒരു ഗ്രഹണശേഷി വേറൊന്നിനും കിട്ടില്ല എന്നുള്ളതാണ്. പണ്ടത്തെ ഞാനിപ്പോൾ ഈ രണ്ടാമൂഴ നോവലൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. ഞാനൊരു കലാകൗമുദിയിലാണ് അത് ഞാൻ ആദ്യമായി വായിക്കുന്നത്. എം ഡി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന് പറയുന്ന നോവൽ ഞാൻ വായിക്കുന്ന കലാകൗമുദിയിലാണ്. എനിക്കൊന്ന് 1978-ലോ 80-ലോ കണ്ടു. നമ്പൂതിരിയുടെ ചിത്രങ്ങളൊക്കെ സഹിതം ഓരോ പ്രാവശ്യം ഓരോ ആഴ്ചയിലും മേടിച്ച് വായിക്കുമായിരുന്നു. ആ വായനയിൽ കൂട്ടിയ വായിച്ച അതേ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ പോലും നമ്പൂതിരിയുടെ ആ വരകൾ പോലും എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. കാരണം വായനയിൽ കിട്ടി അത്രയ്ക്ക് ആഴത്തിൽ അത് പതിയും എന്നുള്ളതാണ്. അതാ മീഡിയത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഒരു സിനിമ കണ്ടാൽ നമുക്ക് ആ അതുപോലെ നമുക്ക് ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല, ആശയം ഉൾക്കൊള്ളാൻ കഴിയില്ല.
What happened? പിള്ളേരെ വിഷമിപ്പിക്കാതെ. ഏത് പാട്ടാടാ? എന്താ ഹലോ ചെക്കലോ എന്താടാ എന്റെ വാണി വാളി എന്താടാ Come back
നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു കഥയാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരു പട്ടണത്തിൽ വലിയ പണക്കാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ധാരാളം പണം ഉണ്ടെങ്കിൽ ആർക്കും ഒരു സാഹചര്യത്തില് വിഷുക്കം കിട്ടുന്നില്ല. എല്ലാരും അദ്ദേഹം വിളിച്ചിരുന്നത്. അദ്ദേഹത്തെ കണ്ടാലോ വസൂരിക്കറിങ്ങിയ വട്ടമുഖം, രണ്ടറ്റവും ചുരുട്ടും മേൽപോട്ട് വെച്ച കൊമ്പനീശ, ബൾബ് പോലെ തുറിച്ചു നിൽക്കുന്ന ഉണ്ട കണ്ണുകൾ. ഇന്നൊക്കെ വിശദമായ പിള്ളയെ കണ്ട കുട്ടികളോടി ഒളിക്കും. നമ്മളെ പോലെ ഇഷാണ്ട് പിടിച്ച് കരയുന്ന കുട്ടികളെ പോലും അമ്മ ശാന്തമാക്കുന്നത് കുട്ടികളുടെ എന്ന് പറഞ്ഞാണ്. ഒരു ദിവസം ടീച്ചർ എല്ലാവരുമായി ചോദിച്ചു, നിങ്ങൾക്ക് ഭാവി ആരാണോ? എനിക്ക് ഡോക്ടറാണോ? ഓരോരുത്തരായി മറുപടി പറഞ്ഞു. രാജുവിന്റെ ഊരെന്നു. അവൻ പറഞ്ഞു, എനിക്ക് ഒരാഗ്രഹം ലഭിച്ചു. എന്ത് ജോലിയാൽ സ്വന്തമായി മാത്രം ജീവിക്കണം, നല്ല വ്യക്തിയായി ജീവിക്കണം. ഇത് കേട്ട ടീച്ചർ അവനെ അഭിനന്ദിച്ചു. നമ്മൾ സ്കൂളിൽ വരുന്നത് നല്ല ശീലം പഠിക്കേണ്ടതായിരിക്കണം. ഇതെല്ലാം കേട്ടു തുടങ്ങിയ ബീനു കുറച്ച് രംഗത്ത് എത്തി. മെഡിക്കൽ പഠിക്കണം, ഒരു നല്ല ഡോക്ടറാണ്. പക്ഷെ അവനറിയാതെ അവന്റെ കണ്ണിൽ നിന്നും കണ്ണിന്റെ തുള്ളികൾ ഇട്ടിട്ട് വീണുകൊണ്ടിരുന്നു. അതിനുള്ള പണം അവിടെ. എന്നാലും അവൻ ഉറച്ചു തീരുമാനമെത്തി. അവൻ പഠിത്തത്തിൽ മിടുക്കനായി. മാസങ്ങൾ കടന്നു. ബിനു നമ്പയ്ക്ക് എന്തോ വലിയ രോഗം പിടിപ്പെട്ടു. ബിനു ക്ലാസ്സിൽ വരാതെയായി. വിവരം കഴിഞ്ഞ രാജുവിനോട് ഇല്ലാത്ത വിഷമം തോന്നി. അച്ഛൻ്റെ ധാരാളം വന്നുകൊണ്ട് അല്പം കുറച്ച് ബിനുവിന് കൊടുത്താലോ? വേണ്ട, മോഷണം നല്ല ശീലമല്ല. അവൻ പതുക്കെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അവന്റെ നെഞ്ചെടുപ്പ് കൂട്ടിക്കൊണ്ടിരുന്നു. എന്താ അച്ഛ, ബിനു നമ്മുടെ ചികിത്സയ്ക്ക് അല്പം പണം കൊടുത്ത് സഹായിച്ചാലോ? അതൊരു നല്ല കാര്യമാണ്. ആശ്വാസമായി. മോഷിച്ചെങ്കിൽ ഈ സന്തോഷം കിട്ടുമായിരുന്നു. ബിനുവിന്റെ അച്ഛൻ അലമാരിൽ നിന്ന് 1000 രൂപ എടുത്ത് ബിനുവിന് കൊടുത്തു. അവൻ സൈക്കിൾ വാങ്ങാനായി സമ്പാദിച്ച 1000 കുടുക്ക പൊട്ടിച്ചു കിട്ടിയ 1000 അവന്റെ ഒറ്റ കൂട്ടുകാരനോട് കൊടുത്തു. 10000 രൂപ ഒരുമിച്ച് കിട്ടിയ രാജുവിന് ഒരു വല്ലാത്ത ആനന്ദം തോന്നി. അവൻ മടങ്ങി വീടെത്തി. അച്ഛ, നിൽക്കുന്ന മരം കണ്ടില്ലേ? നിറയെ മാമ്പഴം. ഇതെല്ലാം മത്സരം. അച്ഛൻ സ്വന്തം തിന്നാണ്ടോ? അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി സുഗന്ധം മുതലും. അതുപോലെ നമ്മൾ ജീവിതത്തിന് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ മനസ്സിനേക്കോ പോകാൻ നിങ്ങൾ ഉണ്ടായിരിക്കില്ലേ? അതുപോലെ കുട്ടൻപിള്ള കാഴ്ച നന്ദിയാണ്.